ഗോൾഡിൽ ഇനി വരുന്ന ടെക്നിക്കൽ പാറ്റേൺസ് ഏതൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, മാർക്കറ്റ് എവിടേക്കാണ് ഇനി ട്രാവൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത്. അപ്പോൾ മെയിനായിട്ട് നോക്കുമ്പോൾ വലിയൊരു കപ്പൻ ഹാൻഡ് 4 അവർ ചാർട്ട് എടുക്കുക. 4 അവർ ചാർട്ടിൽ വലിയൊരു കപ്പൻ ഹാൻഡിലാണ് വരാൻ പോകുന്നത്. സോ കപ്പ് ഇതാണ് വരുന്നത്, ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് വരുന്നത്. കണ്ടിങ്ങനെ ഈ ഒരു റേഞ്ചിലാണ് കപ്പ് വരാൻ ഉദ്ദേശിക്കുന്നത്. ഹാൻഡിൽ ഈ ഒരു റേഞ്ചിലാണ് ഹാൻഡിൽ വരിക. അപ്പോൾ ഇങ്ങനെ വരാൻ നേരത്ത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പോയിന്റാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫണ്ട് കളയുന്ന ഒരു മൂവ്മെൻറ്റ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വാലിഡ് BPR ആണ്, ബാലൻസിങ് പ്രൈസ് റേഞ്ച്. അതെന്തുകൊണ്ടാണ് ബാലൻസിങ് പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 2 FEG ഓപ്പോസിറ്റ് വരുന്നത് കൊണ്ടാണ് അതൊരു ബാലൻസിങ് പ്രൈസ് റേഞ്ച്. ഒരു നിങ്ങളൊരു 1 അവർ ഇട്ടാലും ശരി, അതുപോലെ തന്നെ 2 അവർ ഇട്ടാലും 4 അവർ ഇട്ടാലും ഈ ബാലൻസിങ് പ്രൈസ് റേഞ്ച് വാല്യുബിളായിട്ട് നമുക്ക് കാണാം. സോ ഈ ഒരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് എന്ത് ചെയ്യും, ഇവിടുന്ന് തിരിയാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇവിടുന്ന് ഗ്രാജുവലി ആയിരിക്കും മാർക്കറ്റ് മുകളിലേക്ക് പോവുള്ളൂ. അതുപോരാതെ ഇതൊരു ട്രെൻഡ് ലൈൻ നോക്കിക്കേ, താഴേന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു അപ് ട്രെൻഡ് റെസിസ്റ്റൻസ് ആയിരുന്നു, ഈ ഒരു റേഞ്ച് വരെ അപ് ട്രെൻഡ് സപ്പോർട്ടായിരുന്നു. ഇവിടുന്ന് ഈ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് എന്താണ് ഇങ്ങോട്ട് അപ് ട്രെൻഡ് റെസിസ്റ്റൻസ് ആയിട്ടാണ് ഇനി ആക്ട് ചെയ്യുക. ഈ പോയിന്റ് എവിടെയാണോ വന്ന് ടച്ച് ചെയ്യുന്നത് അവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്യും, പിന്നെയും താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ശ്രദ്ധിച്ച് നോക്കുക, ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെയും ഒരു കപ്പ് വരാം. കാണിച്ചു തരാം. ഈ പോയിന്റ് കണ്ടോ, ഈ പോയിന്റിൽ നിന്ന് ഇവിടെ എവിടെയാണോ വന്ന് ടച്ച് ചെയ്യുന്നത് ഈ ഒരു റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയും കപ്പ് വരാം. കണ്ടോ, ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 4450 ആണ് ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റാണ് സെക്കൻഡ് ടാർഗറ്റ് വരുന്നത്. ഇത് വരുമ്പോൾ ഒരു 4570 ആ റേഞ്ചൊക്കെ ആയിരിക്കും. തേർഡ് ടാർഗറ്റ് വരുന്നത് ഏകദേശം ഈ ഒരു പോയിന്റ്, അതും 4650, അതാണ് മാക്സിമം ടാർഗറ്റ് വരുന്നത്. ഈ ഒരു റേഞ്ചിലായിരിക്കും മാർക്കറ്റ് വരുന്നുണ്ടായിരിക്കുക. സ്റ്റോപ്പ് ലോസ് വന്ന് കൃത്യമായിട്ടൊരു ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ചിട്ട് അത്യാവശ്യം ഒരു 350 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 350 പോയിൻ്റൊക്കെ മുകളിലേക്ക് പെട്ടെന്ന് നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ച് ഈ 2-3 പ്രാവശ്യം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, മാർക്കറ്റ് ഇവിടുന്ന് മുകളിലേക്കായിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം പോസിറ്റീവ് റേഞ്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത് ഒരു കാരണവശാലും. ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക, ഈ ഒരു ക്യാൻഡിൽ അത് ഏത് ദിവസത്തെ ക്യാൻഡിലാണെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് ശ്രദ്ധിക്കുക, ഡേറ്റ് ശ്രദ്ധിക്കുക. 22/9/2025 6:30 ഉണ്ടായിരിക്കുന്ന ആ ക്യാൻഡിൽ അതൊരു ഓർഡർ ബ്ലോക്ക് ക്യാൻഡിലാണ്. അതിൻ്റെ മുകളിൽ പക്ക FEG ഉണ്ട്. സോ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പോയിന്റിൽ എപ്പോഴാണോ ഇൻ കേസ് തിരിച്ചു വരുന്നത് ഇവിടുന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേളിലേക്ക് ബൈ ചെയ്യാം. അത് ഏതായിരുന്നു ആ പോയിന്റ് എന്നുള്ളത് കാണിച്ചു തരാം. ഇതാണ് 3691 എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റാണ്. This video is meant for educational purposes only and is not financial advice. Please do your own research before making any investment decision.